മക്കളെ നമസ്കാരം കേട്ടാ. അതെ, നമുക്ക് ഇതില് മറ്റേ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഉള്ള സാധനത്തില് ലിമിറ്റഡ് ഉള്ള ആ ഇന്റഗ്രേഷനിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതേപോലെ 5 ചോദ്യങ്ങൾ ഇട്ടുന്നുള്ളൂ. 5 ചോദ്യം ഒരേപോലെയാണ്, എല്ലാത്തിന്റെ ഉത്തരവും സെയിം ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഏറ്റവും ചൂടുള്ള ചോദ്യം തന്നെ ചെയ്യാം. ചൂടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് 2024 ഇംപ്രൂവ്മെന്റ് 2024 സേ പരീക്ഷയിൽ വെച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് ചെയ്യാം. നമ്മൾ എങ്ങനെയാ ചെയ്യാൻ നോക്കിക്കോ. നമ്മൾ ആ സാധനത്തിനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണല്ലേ. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ 0 to π/2 വരെ. നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇവരെ നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. I is equal to 0 to π/2 sin cube x dx divided by sin cube x plus cos cube x എന്നാണ് എഴുതിക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിക്കാം. എന്നിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ്, അതായത് π/2 പ്ലസ് 0, അതായത് π/2 തന്നെ മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഞാൻ ചെയ്യുന്നത് ഇവിടെ 0 തൊട്ട് π/2 വരെ സൈൻ നമുക്ക് എന്താന്ന് വെച്ചാൽ എക്സിന്റെ സ്ഥാനത്ത് π/2 മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ഇവിടെയും സൈൻ π/2 മൈനസ് എക്സ് ഓൾ ക്യൂബ്, അതുപോലെ തന്നെ കോസ് π/2 മൈനസ് എക്സ് ഓൾ ക്യൂബ് ഡി എക്സ് എഴുതിച്ചത്. എക്സിനോടൊക്കെ നമ്മൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു 0 തൊട്ട് π/2 വരെ മക്കളെ ഇതെന്ത് വരും? സൈൻ π/2 മൈനസ് എക്സ്. സൈൻ കോസ് ടാൻ ഇതിനൊക്കെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ഇതാണ് സൈനെ പിടിച്ചിട്ട് കോസ് ആക്കാം, അതുപോലെ ടാനെ പിടിച്ചിട്ട് കോട്ടാക്കാം, കോട്ടിനെ പിടിച്ചിട്ട് ടാൻ ആക്കട്ടെ അങ്ങോട്ടും, സീക്കിനെ പിടിച്ചിട്ട് കൊസീക്കാക്കാം, കൊസീക്കിനെ പിടിച്ചിട്ട് സീക്കാക്കാം. ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ π/2 മൈനസ് തീറ്റ എന്നിട്ട് കൊടുത്താൽ മതി. π/2 മൈനസ് തീറ്റ, അതായത് സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റടിക്ക് നമുക്ക് അവനെ കോസ് എക്സ് എന്ന് എഴുതാം ഓൾ ക്യൂബ് ഡി എക്സ്. ഇതിനൊറ്റടിക്ക് നമുക്ക് കോസ് എക്സ് എന്ന് എഴുതാം ഓൾ ക്യൂബ് പ്ലസ് ഇതിനൊറ്റടിക്ക് നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാം ഓൾ ക്യൂബ് എന്ന് എഴുതാം. സംശയമില്ല, ഭംഗിയാക്കിട്ട് 0 to π/2 ഇതിനെ കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്ന ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ 1ഉം 2ഉം തമ്മിൽ അങ്ങോട്ട് കൂട്ടുക. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ കൂട്ടുമ്പോ നോക്കിക്കോട്ടെ മക്കളെ, ഇടത്തെ ഭാഗങ്ങൾ കൂട്ടുമ്പോ ഐയും കൂട്ടുമ്പോ 2i. ഇനി ഈ 2 വലത് ഭാഗങ്ങൾ കൂട്ടണം. ഈ വലത് ഭാഗങ്ങൾ കൂട്ടുമ്പോ നോക്കിക്കോട്ടെ മക്കളെ, ഇതിന്റെ 2ന്റെ അടിഭാഗം സെയിം അല്ലേ? ഇതിന്റെ 2ന്റെ അടിഭാഗം സെയിം ആണ്. അപ്പൊ നമ്മൾക്കറിയാലോ അതിങ്ങനെ അല്ലെ, a/c പ്ലസ് b/c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? a/c പ്ലസ് b/c എന്ന് പറഞ്ഞാല് a പ്ലസ് b/c എഴുതിക്കൂടെ? 2ന്റെയും അടിഭാഗം സെയിം ആണെങ്കിൽ നമുക്ക് മുകൾ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് കോമൺ ആയിട്ട് അടിഭാഗം ചെയ്താൽ മതി. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? ഇന്റർവൽ അവിടെ എടുക്കുന്നത് 0 to π/2 അടിഭാഗം സെയിം തന്നെയാണ്. സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ്. മുകൾ ഭാഗങ്ങൾ കൂട്ടുമ്പോ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ആയിട്ട് മാറി. നോക്കിയ മക്കളെ, ഇത് രണ്ടും സെയിം അല്ലേ? കട്ട് ചെയ്ത് പോയില്ലേ? അപ്പൊ 0 തൊട്ട് π/2 വരെ 1dx ആയി. ഓക്കെ അല്ലെ? ഇന്റഗ്രൽ 1dx ആരാ? എക്സ് അല്ലേ? ലിമിറ്റ് കൊടുക്കുക 0 തൊട്ട് π/2 വരെ. ആദ്യം അപ്പർ ലിമിറ്റ് എക്സിന് പകരം π/2 മൈനസ് ലോവർ ലിമിറ്റ്, അതായത് ഉത്തരം π/2. നമുക്ക് ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2i സമമാണ് π/2. therefore i സമം ആര് വരും മക്കളെ? π/4 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ അല്ലെ മക്കളെ? സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 5 ചോദ്യവും ഇതുപോലെ തന്നെ എല്ലാത്തിന്റെ ഉത്തരവും എന്തിനാണ്? ഈ π/4 തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലെ മക്കളെ? അപ്പൊ നല്ലപോലെ ശ്രദ്ധിച്ചേക്കട്ടെ ഈ പ്രോബ്ലം കേട്ടാ. അപ്പൊ 5 ചോദ്യങ്ങളുണ്ട്, ഒരുമിച്ച് ഒരേപോലെയാണ്, നല്ലപോലെ ശ്രദ്ധിക്കാം. ഓക്കെ അല്ലെ മക്കളെ? അപ്പൊ ബൈ.